മലയാളികളടക്കമുള്ള വിദ്യാർത്ഥികൾക്ക് വമ്പൻ അടിയാണ് ഇപ്പോൾ അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഡൊണാൾഡ് ട്രംപ് ചില കടുത്ത തീരുമാനങ്ങൾ എടുത്തിരിക്കുന്നു. ഇന്ത്യക്കാർക്ക് കനത്ത തിരിച്ചടി, മലയാളികൾക്ക് കനത്ത തിരിച്ചടി ഉണ്ടാകുന്നു എന്ന സൂചനകൾ പുറത്തേക്ക് വരികയാണ്. അമേരിക്കയിൽ വിസ നിയന്ത്രണം കർശനമാക്കിയിരിക്കുകയാണ് ട്രംപ് ഭരണകൂടം. സ്റ്റുഡന്റ് വിസയുടെയും എക്സ്ചേഞ്ച് വിസയുടെയും കാലാവധി പരമാവധി 4 വർഷമാക്കി ചുരുക്കിയിരിക്കുകയാണ്. മലയാളികൾ ഉൾപ്പെടെയുള്ളവരെ ട്രംപ് സർക്കാരിന്റെ തീരുമാനം പ്രതികൂലമായി ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. 4 വർഷത്തിൽ കൂടുതൽ കാലാവധിയുള്ള കോഴ്സുകൾക്ക് എക്സ്റ്റൻഷൻ നൽകേണ്ടി വരും. പുതിയ നിയമപ്രകാരം ഫെഡറൽ ഗവൺമെന്റിന്റെ പ്രത്യേക അനുമതിയില്ലാതെ വിദേശ വിദ്യാർത്ഥികൾക്ക് 4 വർഷത്തിലധികം യുഎസിൽ തുടരാനാകില്ല. ഇതിനായുള്ള അന്തിമ വിജ്ഞാപനം സർക്കാർ പുറപ്പെടുവിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഇതുകൂടാതെ വിദ്യാർത്ഥികൾക്ക് കോഴ്സുകൾ മാറുന്നതിനും മറ്റ് സർവകലാശാലകളിലേക്ക്, കോളേജുകളിലേക്ക് ട്രാൻസ്ഫർ വാങ്ങുന്നതിനും പുതിയ നിയമത്തിൽ നിയന്ത്രണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതുവരെ വിസ കാലാവധി നീട്ടി നൽകാനുള്ള അധികാരം അതത് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ആയിരുന്നു. എന്നാൽ പുതിയ പരിഷ്കരണത്തോടെ ഈ അധികാരം സർക്കാരിലേക്ക് ചുരുങ്ങുകയാണ്. വരുന്ന സെപ്റ്റംബർ മുതൽ ഈ പുതിയ നയം പ്രാബല്യത്തിൽ വരുമെന്നാണ് അധികൃതർ പറയുന്നത്. മുൻപ് F1, J1 വിസകളിലുള്ള വിദ്യാർത്ഥികൾക്ക് അവരുടെ കോഴ്സ് പൂർത്തിയാകുന്നത് വരെ യുഎസിൽ തുടരാമായിരുന്നു. ഇനി മുതൽ ഇതിന് കൃത്യമായ സമയപരിധി ഉണ്ടാകുമെന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. പഠനം പൂർത്തിയാക്കിയ ശേഷം രാജ്യം വിടുന്നതിനോ അല്ലെങ്കിൽ മറ്റൊരു വിസ കാറ്റഗറിയിലേക്ക് മാറുന്നതിനോ മുൻപ് 60 ദിവസത്തെ സമയം ലഭിച്ചിരുന്നു. ഗ്രേസ് പീരീഡ് 30 ദിവസമായി ഇപ്പോൾ ചുരുക്കിയിരിക്കുകയാണ്. ഗവേഷണ വിദ്യാർത്ഥികളെയും പുതിയ നിയന്ത്രണം കാര്യമായി ബാധിക്കും. യുഎസിലെ ഭൂരിഭാഗം ബിരുദ കോഴ്സുകളും 4 വർഷം കൊണ്ട് അവസാനിക്കുമെങ്കിലും ഡോക്ടറേറ്റ് ഉൾപ്പെടെയുള്ള ഉപരിപഠന കോഴ്സുകൾക്ക് സാധാരണയായി കൂടുതൽ സമയമെടുക്കാറുണ്ട്. സയൻസ്, ടെക്നോളജി മേഖലകളിൽ ഗവേഷണം നടത്തുന്ന ഭൂരിഭാഗം രാജ്യാന്തര വിദ്യാർത്ഥികളുടെയും ഫണ്ടിങ് കുറവ്, ഗവേഷണ പ്രബന്ധങ്ങൾ പ്രസിദ്ധീകരിക്കാനുള്ള താമസം തുടങ്ങിയ ഘടകങ്ങൾ ബാധിക്കാറുണ്ട്. പുതിയ നിയമം ഇവരുടെ പഠനത്തെ പ്രതികൂലമായി ബാധിക്കുമെന്ന ആശങ്ക കൂടി ഇപ്പോൾ ഉയരുകയാണ്. രാജ്യത്തെ പ്രമുഖ കോളേജുകളിലെ വിദേശ വിദ്യാർത്ഥികളുടെ എണ്ണം പരിമിതപ്പെടുത്താനും യുഎസ് വിദേശ നയങ്ങളെ വിമർശിക്കുന്ന വിദ്യാർത്ഥികളുടെ വിസ റദ്ദാക്കാനുമുള്ള നീക്കങ്ങൾ ഇതിനോടകം തന്നെ ട്രംപ് ഭരണകൂടം ആരംഭിച്ചു കഴിഞ്ഞു എന്ന വിവരമാണ് പുറത്തേക്ക് വരുന്നത്. ഇതിന്റെ തുടർച്ചയായാണ് വിസ നിയമങ്ങൾ കടുപ്പമാക്കാനുള്ള പുതിയ തീരുമാനമുണ്ടായിരിക്കുന്നത്. വ്യാപകമായ വിസ ദുരുപയോഗം തടയുന്നതിനും കൃത്യമായ പരിശോധനകളിലൂടെ ദേശീയ സുരക്ഷ ശക്തമാക്കുന്നതിനുമാണ് ഈ നടപടി എന്നാണ് യുഎസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റി വ്യക്തമാക്കുന്നത്. എന്തായാലും മലയാളികൾ അടക്കമുള്ള വിദ്യാർത്ഥികൾക്ക് വലിയ തിരിച്ചടിയാവുകയാണ് ഈ നയം.